Hi, hello dear students. Welcome back to Future Plus Academy. Srinagaraguru Open University third semester BA English students in the core paper ആയിട്ടുള്ള Introduction to Literary Genre, Prose and Drama ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ. So welcome all of you to this live session. All of you to this YouTube live session. Students, welcome back to Future Plus Academy. Srinagaraguru Open University. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പേപ്പർ നിങ്ങളുടെ കോമൺ പേപ്പർ കോർ പേപ്പർ ആണ്. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൈവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ്, ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ഓൾ ഓഫ് യു വൺസ് അഗെയിൻ. സോ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ, ഈ ഒരു ലൈവിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നമ്മളൊരു ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും മുഴുവൻ കാര്യങ്ങളും നമ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ആൻഡ് ടെലിഗ്രാം ചാനലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈവ് സെഷൻ കാണുന്ന ഫ്യൂച്ചർ പ്ലസിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ട് നോട്ട്സ് അവർക്ക് കൊടുക്കും. അതല്ലാതെ നിങ്ങൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിലും മറ്റൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ തേർഡ് സെമ്മിൻ്റെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള കോഴ്സസ് BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BCom, അതുപോലെ തന്നെ PG പ്രോഗ്രാം ആണെങ്കിൽ MA ഇംഗ്ലീഷും MA മലയാളം, MCom, ഇത്രയും കോഴ്സസ് ആണ് നമ്മളിപ്പം കറന്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അസൈൻമെന്റ്സ് നിങ്ങൾ തേർഡ് സെമ്മിന്റെ സബ്മിറ്റ് ചെയ്തോ? എന്താണ് അവസ്ഥ? അസൈൻമെന്റ്സ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അസൈൻമെന്റിന്റെ ഡേറ്റ്. സോ അസൈൻമെന്റ്സും നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, അസൈൻമെന്റ്സ് ആവശ്യമാണ്, പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസിന്റെ e-learn വെബ്സൈറ്റ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് തേർഡ് സെമിസ്റ്ററിന്റെ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സെറ്റ് 1ഉം സെറ്റ് 2ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ശ്രീലക്ഷ്മി, ലബീബ, ഓക്കെ, നിങ്ങൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കിതൊരു ക്ലാസ് ലൈവായിട്ട് പോകണമെങ്കിൽ കമൻസ് ഒക്കെ വേണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും റിഗാർഡിങ് യുവർ അക്കാഡമിക്സ് ഐ ക്യാൻ ക്ലിയർ ഇറ്റ് ഔട്ട്. ഓക്കെ, വെൽ, സോ നമ്മൾ പെട്ടെന്ന് പോവാം. യൂട്യൂബ് ലൈവ് സെഷൻ ആണ്, നമുക്ക് അധികം മണിക്കൂറുകളോളം ഒക്കെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പറയുന്ന കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോർ യുവർ കൺസേൺ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് ഓർ ഇൻ വൺ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് എൻ്റെ ആൻസേഴ്സ് ആണ്. ഞാൻ ക്വസ്റ്റ്യനും ആൻസറും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് മൊണ്ടെയിൻസ് എസ്സേസ് പബ്ലിഷ്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മൊണ്ടെയിൻ നിങ്ങൾക്ക് അറിയാം, ഫാദർ ഓഫ് എസ്സേസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് മൊണ്ടെയിൻ എന്ന്
പറയുന്നത് മൊണ്ടേൻ്റെ എസ്സേസ് പബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് 1580 എന്ന് മാത്രം വേണമെങ്കിൽ എഴുതാം, 1580 എന്ന് മാത്രം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതിയ പോലെ തന്നെ മൊണ്ടേൻസ് എസ്സേ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1580 എന്ന് എഴുതാം. ഓക്കെ, സോ ദർ ഇസ് എ ഡിഫറൻസ്. അത് അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന 10-15 ചോദ്യങ്ങൾ മുഴുവനും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വൺ വേർഡിലോ അല്ലെങ്കിൽ വൺ സെന്റൻസിലോ ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇയർ മാത്രം മതിയെങ്കിൽ ഇയർ മാത്രം എഴുതിയാൽ മതി. പിന്നെ ഇയർ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഷുഡ് ബി വെരി ക്ലിയർ. അത് കറക്റ്റ് ആയിട്ട് എഴുതണം. 1581 എഴുതിയ മാർക്ക് കിട്ടുമോ മിസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഹെൽപ്ലെസ്. ഓക്കെ, അങ്ങനെയൊന്നും തരില്ല. വളരെ പർട്ടിക്കുലർ ആയിട്ട് ഇയർ ചോദിച്ചതുകൊണ്ട് തന്നെ ഇൻ വിച്ച് ഇയർ വാസ് മൊണ്ടേൻസ് എസ്സേസ് പബ്ലിഷ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ആൻസർ ഇസ് 1580. ഓക്കെ, ആദ്യമായിട്ട് മൊണ്ടേൻ്റെ എസ്സേസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഇയർ ആണ് ചോദിക്കുന്നത്. ക്ലിയർ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യരുത്. മറിച്ച് പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിന്നും തന്നെ ചോദിക്കാവുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാം. അതിൽ ഇൻ വിച്ച് ഇയർ മൊണ്ടേൻസ് എസ്സേസ് പബ്ലിഷ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1580 ആൻഡ് 1572 ആണെന്നോ ടെക്സ്റ്റിലോ അങ്ങനെ എസ്സേസ് കുറേ ഈ ഇയേഴ്സ് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എന്തെങ്കിലും തിരുത്തണമെങ്കിൽ ഞാൻ തിരുത്തി തരാം. ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. 1518 ആണ് കാണുന്നത്. ഗൂഗിൾ ചെയ്തപ്പോൾ 1580 ആണ്. ഞാൻ നോക്കാം, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ വർഷങ്ങളൊക്കെ വളരെ ഇതാണ്, ബയാസ്ഡ് ആണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനും അതാവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ബേബുൾഫ് ഇറങ്ങിയ വർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള വർഷങ്ങളും അതുപോലെ തന്നെ ലൈൻസും ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, സോ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ മീനു. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അപ്പം അത് ഇനി മൊണ്ടേൻ്റെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഫാദർ ഓഫ് എസ്സേസ് ആരാണെന്ന് ചോദിക്കാം. പിന്നെ മൊണ്ടേനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് പറയണം. സോ ബേക്കനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മൊണ്ടേനെ കുറിച്ചാണ് എസ്സേ ചോദിച്ചെങ്കിൽ ഇപ്രാവശ്യം ചിലപ്പോൾ ബേക്കനെ കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് 20th century essayist is remembered as a skilled phrase maker? ഓക്കെ, 20ാം നൂറ്റാണ്ടിലെ ഒരു പർട്ടിക്കുലർ എസ്സേയിസ്റ്റിനെ സ്കിൽഡ് ഫ്രേസ് മേക്കർ എന്നാണ് പറയാറുള്ളത്. ആ പർട്ടിക്കുലർ എസ്സേയിസ്റ്റിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഇസ് ഗോർ വിഡൽ. ഓക്കെ, ഗോർ വിഡൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനാണ് സ്കിൽഡ് ഫ്രേസ് മേക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പർട്ടിക്കുലർ പേരുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ റൈറ്റേഴ്സിനെ നമ്മൾ ഓരോ ബാർഡ് ഓഫ് ഏവൺ ആരാണ്, ഹൂസ് കൺസിഡേർഡ് ആസ് എ ബാർഡ് ഓഫ് ഏവൺ, അതൊരു പർട്ടിക്കുലർ ഫ്രേസ് ആണ്. ഷേക്സ്പിയറിനെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ വിളിക്കുന്ന ഒരു പേരാണ്. ആ നാമത്തിലും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആനിമൽ പോയറ്റ് സ്റ്റെഡ് ഹ്യൂസ്. ഓക്കെ, അങ്ങനെ ചില പേരിൽ അങ്ങനെ സ്കിൽഡ് ഫ്രേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള 20ാം നൂറ്റാണ്ടിൽ ഒരു എസ്സേയിസ്റ്റിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഗോർ വിഡൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ഫ്രാൻസിസ് ബേക്കൺസ് റൈറ്റിംഗ് സ്റ്റൈൽ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫേമസ് അല്ല, വളരെ ഓഫൻലി ആസ്കിങ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈലിന് നമ്മൾ പർട്ടിക്കുലർലി പറയുന്ന ഒരു ടേം ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ദ ടേം കോമൺലി യൂസ് ടു ഡിസ്ക്രൈബ് ഫ്രാൻസിസ് ബേക്കൺ റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നാണ് നമ്മൾ ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ പറയാം. അങ്ങനെ പല പർട്ടിക്കുലർ എഴുത്തുകാരുടെയും സ്റ്റൈലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററിന്റെ ഒരു സ്റ്റൈലിനെ കുറിച്ച് പറയാനറിയോ? കുറച്ചും കൂടിയൊക്കെ ഒരു ഒരു മിഡിൽ പീരീഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ കാലഘട്ടത്തിലേക്കുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ആ റൈറ്ററിന്റെ ഒരു സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈൽ അഫോറിസ്റ്റിക് സ്റ്റൈലാണെന്ന് പറഞ്ഞു. എന്താണ്, അപ്പോൾ ഞാൻ അതുകൂടി പറയട്ടെ, എന്താണ് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 1-2 ടേംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒന്ന് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും, പിന്നെ ബ്രേവിറ്റി ക്ലാരിറ്റി, അതുപോലെ തന്നെ ടിപ്പിക്കലി ഷോർട്ട് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാകും. അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ബയാസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആരുടെ റൈറ്റിംഗ്സിൽ ഉണ്ടാവില്ല, ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് റിട്ടറിക്കൽ ഡിവൈസസ് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ഈ പാരലിസം, അതുപോലെ തന്നെ
അഫോറിസം പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. പിന്നെ എപ്പോഴും യൂണിവേഴ്സൽ ആയിട്ടുള്ള തീംസിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ എസ്സേസ് എഴുതുക. ആര്? ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കന്റെ എസ്സേക്കൊക്കെ പർട്ടിക്കുലർ സ്റ്റൈൽ ഉണ്ടല്ലേ, ഓഫ് മാരേജ്, ഓഫ് ട്രൂത്ത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ എസ്സേസ് കൂടുതലായിട്ടും അറിയപ്പെടാറുള്ളത് അല്ലേ? റൈറ്റ്. ഓക്കെ. അപ്പോൾ ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അഫോറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾ വളരെ പർട്ടിക്കുലർ ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, വളരെ പർട്ടിക്കുലർ ആയിട്ട് തന്നെ എഴുതണം, അതിലൊരു സംശയമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോറിസ്റ്റിക്കിന് പകരം നിങ്ങൾ ഇപ്പോൾ ബ്രേവിറ്റി ആണ്, ക്ലാരിറ്റി ആണെന്നൊക്കെ പറഞ്ഞാലും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേം നിങ്ങളോട് പർട്ടിക്കുലർലി ആണ് ചോദിക്കുന്നത്, അന്നേരം ആ ടേം തന്നെ എഴുതണം. ഓക്കെ. സോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ഈ ഫ്രാൻസിസ് ബേക്കന്റെ അഫോറിസ്റ്റിക് സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വേറൊരു പർട്ടിക്കുലർ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർക്ക് ഒരു 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 അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ ഒരു പർട്ടിക്കുലർ പേരിട്ടിട്ടാണ് എപ്പോഴും അറിയപ്പെടുക. ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ? മിന്നുവിന് അറിയോ? അമ്പിളി, നുസ്രത്ത്, ഇനി വൺ ക്യാൻ ആൻസർ? ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ പറയാ. വളരെ ഫേമസ് ആയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാരഡൈസ് ലോസ്റ്റ് എഴുതിയ വ്യക്തിയാണ്. ക്ലൂ തരാം, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആളുടെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ ഫേമസ് ആണ്. ഒരുപാട് റൈറ്റേഴ്സ് അതിൽ കോമന്റ് ചെയ്താണ്, ക്രിട്ടിസൈസ് ചെയ്തതാണ്, ഒരുപാട് പേര് അതിനെ പുകഴ്ത്തി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഉണ്ട്. സ്റ്റൈൽ ഇപ്പൊ തന്നെ ഞാൻ പകുതി ആൻസർ പറഞ്ഞു. ഓക്കെ, നോക്കാം. Who was called as the Prince of Essayist? അടുത്ത ക്വസ്റ്റ്യൻ. Who was called as the Prince of Essayist? എസ്സേയുടെ പ്രിൻസ് എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The title The Prince of Essayist is commonly attributed to Charles Lamb. ഓക്കെ, എന്താണ്? ചാൾസ് ലാംബ് ആണ്. അപ്പൊ നമുക്കറിയാം ഫാദർ ഓഫ് എസ്സേസ് എന്ന് പറയുന്നത് മൊണ്ടേൻ ആണ്. സോ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുണ്ട്. സോ ബി വെരി ക്വഷ്യസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? മൊണ്ടേനെ കുറിച്ചാണ്. അപ്പം മൊണ്ടേന്റെ എസ്സേസ് പബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചു. സോ മെനി ഓഫ് യു ആർ ടെലിംഗ് മീ ഇറ്റ്സ് 1578. സോറി, ഞാനപ്പോൾ അത് കറക്റ്റ് ചെയ്തോളാം. 1578 ആണ് എന്നുള്ളത്. അടുത്തത് പ്രിൻസ് ഓഫ് എസ്സേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിൻസ് ഓഫ് എസ്സേയിസ്റ്റ് ആരാണ്? ചാൾസ് ലാംബ് ആണ്. ചാൾസ് ലാംബിന്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എസ്സേസ് നിങ്ങൾക്ക് അറിയാം. സൗത്ത് സീ ഹൗസ്, അതുപോലെ തന്നെ ചൈൽഡ് റിവറി അല്ലെ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം എസ്സേസ് നമുക്കറിയാം. ഹി ഈസ് വെരി ഫേമസ് ഫോർ എസ്സേസ് ആൻഡ് ഹി ബിലോങ്സ് ടു ദ ഏജ് ഓഫ് യെസ് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ ആണ്. മിൽട്ടന്റെ പേര് ഞാൻ പറഞ്ഞു. സോ ഐ വാസ് ആസ്കിങ് ദാറ്റ് എന്താണ് ആ ഒരു മിൽട്ടന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിന് ഒരു പർട്ടിക്കുലർ. ഇപ്പം നമ്മൾ ഫ്രാൻസിസ് ബേക്കന്റെ അഫോറിസ്റ്റിക് സ്റ്റൈൽ അല്ലെങ്കിൽ അഫോറിസ്റ്റിക് എന്നുള്ളത് പറയുകയാണെങ്കിൽ മിൽട്ടന്റെ സ്റ്റൈലിന് നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കാറെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോൺ മിൽട്ടൺ, ഐ നോ, ഗുഡ്. പാരഡൈസ് ലോസ്റ്റ് ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള വർക്കാണ്. റൈറ്റ്. ഐ എം ആസ്കിങ് ദാറ്റ് എന്താണ് ആ ഒരു സ്റ്റൈലിന്റെ പേര് അദ്ദേഹത്തിന്റെ, അതിന്റെ റൈറ്റിംഗ് സ്റ്റൈലിന്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ ടേം ഫോർ ബ്രീഫ്? അടുത്ത ക്വസ്റ്റ്യൻ ആട്ടാ. What is the term for brief narratives that focus on an individual or events called എന്ന് പറയുന്നത്? The term for brief narratives that focus on individual or events is called anecdotes. Okay, എന്താണ് ബ്രീഫ് നറേറ്റീവ്സിനെ നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുമ്പം ആ ഒരു ഇവന്റ്സിനെ നമ്മൾ എന്താ പറയുക? ഇസ് കോൾഡ് as anecdotes എന്നുള്ളതാണ്. According to അടുത്ത question number 6, according to Albert Camus, which two commitments decide the nobility of an artist's craft? ഒരു ആർട്ടിസ്റ്റിന്റെ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ആൽബർട്ട് കാമു പറയുന്ന 2 കമ്മിറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സർവീസ് ഓഫ് ട്രൂത്ത് ആൻഡ് ദ സർവീസ് ഓഫ് ലിബർട്ടി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് വാസ് നെയിം അക്യൂർഡ് ബൈ ന്യൂജി വോത്തോങ് വെൻ ഹി വാസ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി? ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ പോകുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ന്യൂജി വോത്തോങ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് എന്താക്കി മാറ്റി എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ദാറ്റ് ഇസ് ജെയിംസ് ജൂജി എന്ന പേരിലാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ടേം ഓഫ് മിഡിൽ? വെരി ഗുഡ്, മിന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഗ്രാൻഡ് സ്റ്റൈൽ ആണ്. മിൽട്ടന്റെ റൈറ്റിംഗ് സ്റ്റൈലിന്റെ പേരാണ് ഗ്രാൻഡ് സ്റ്റൈൽ. അപ്പോൾ ഫ്രാൻസിസ് ബേക്കന്റെ റൈറ്റിംഗ് സ്റ്റൈലിന്റെ പേരെന്താണ്? വിച്ച് ഇസ് അഫോറിസ്റ്റിക് സ്റ്റൈൽ. ഓക്കെ, വെരി ഗുഡ് മിന്നു. അപ്പം വാട്ട് ഇസ് ദ ടേം ഫോർ മിഡിൽ ലെങ്ത് സ്റ്റോറീസ് കോൾഡ്? ഓക്കെ, മിഡിൽ ലെങ്ത് സ്റ്റോറീസ് എന്നുള്ള സ്റ്റോറീസിന് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് നമ്മൾ എന്താ പറയുന്നത്? ടേം യൂസ്ഡ് ഫോർ മിഡിൽ ലെങ്ത് സ്റ്റോറീസ് ഇസ് നോവെല്ല. ഓക്കെ, യു നോ നോവെല്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോവൽ ആൻഡ് എ നോവെല്ല ഓർ എ ഷോർട്ട് സ്റ്റോറി ആൻഡ് എ നോവെല്ല? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ
ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നൊവെല്ല എന്ന് പറയുന്നത് വിച്ച് ഇസ് ഹാർഡ്ലി നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ഏറ്റവും ഈസിയസ്റ്റ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, നൊവെല്ല ഇസ് സംതിങ് വിച്ച് ഇസ് ഷോർട്ടർ ദാൻ എ നോവൽ ആൻഡ് ലോങ്ങർ ദാൻ എ ഷോർട്ട് സ്റ്റോറി. അങ്ങനെ നമ്മൾ പറയാം. എന്താണ് നൊവെല്ല ഇസ് വിച്ച് ഇസ് എ ഷോർട്ടർ ദാൻ എ നോവൽ ആൻഡ് ലോങ്ങർ ദാൻ എ ഷോർട്ട് സ്റ്റോറി. അതാണ് നൊവെല്ലേൻ്റെ അർത്ഥം പറയുന്നത്. ആൻഡ് വെരി ഫേമസ് നൊവെല്ലാസ് ഉണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ഇസ് എ നൊവെല്ല. അങ്ങനെ കുറേ അധികം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ കിപ്ലിങ്ങിൻ്റെ കുറേ റൈറ്റേഴ്സ് നൊവെല്ല ഫോമിലേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ ഇതിൽ മിഡ് ലെങ്ത് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടില്ല, മിഡിൽ ലെങ്ത് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി നൊവെല്ല. ഓക്കെ, വാട്ട് വാസ് ജിംസ് ഇൻകംസ് ഇൻ ദ ഗിഫ്റ്റ് ഓഫ് മെജായ്? ഗിഫ്റ്റ് ഓഫ് മെജായ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ ജിമ്മിന്റെ ഇൻകം എത്രയായിരുന്നു, വിച്ച് ഇസ് $20 per week എന്നുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇസ് ആസ്കിങ് ഡയറക്ട്ലി ഡീപ്പ് ഇൻ ടു ദ വർക്ക് ഓൾസോ. ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്, മേൽഭാഗത്ത് നിന്ന് മാത്രമല്ല. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഡിഡ് മിസ്റ്റർ ബോഗീസ് ഡ്രൈവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇൻ റോളൻഡ് ദാൽസ് ഷോർട്ട് സ്റ്റോറി പാസൻസ് പ്ലഷർ മിസ്റ്റർ ബോഗീസ് ഡ്രോ എ ക്ലർജി മാൻസ് ഫോർഡ് കാർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ കാറിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലർജി മാൻ്റെ ഫോർഡ് കാറാണ് ആര് യൂസ് ചെയ്യുന്നത്? റോളൻഡ് ദാലിന്റെ ഷോർട്ട് സ്റ്റോറി പാസൻസ് പ്ലഷറിൽ മിസ്റ്റർ ബോഗി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാറാണെന്ന് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ മിസ്റ്റർ ബോഗീസ് ഡ്രൈവിൽ ഉപയോഗിച്ച കാറ് അല്ലെങ്കിൽ റോളൻഡ് ദാലിന്റെ ഷോർട്ട് സ്റ്റോറി ഷോർട്ട് സ്റ്റോറി ആയ പാഴ്സൺ പ്ലഷറിൽ മിസ്റ്റർ ബോഗി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉപയോഗിച്ചത് ക്ലർജി മാൻസ് ഫോർഡ് കാർ ആണ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ സെന്റൻസ് ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് യു കൻ റൈറ്റ് ക്ലർജി മാൻസ് ഫോർഡ് കാർ എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ ഇത് ജസ്റ്റ് ആ ടൈപ്പ് ഓഫ് വെഹിക്കിളേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടും. ഫോർ ഹൗ മെനി നൈറ്റ്സ് ഡിഡ് ദ നറേറ്റർ ലുക്ക് in upon the old man in the telltale heart. Okay, telltale heart എന്ന് പറയുന്നത്. So in Edgar Allan Poe the telltale heart, narrator looked up in for the old man. Okay, how old is a lawyer when the contract is made in the bet എന്ന് ചോദിച്ചിട്ടുണ്ട്. How old is the ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് 7 nights എന്നുള്ളതാണ് ആൻസർ വരുന്നത് 12th ക്വസ്റ്റ്യൻ്റെ. 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഹൗ ഓൾഡ് ഇസ് ദ ലോയർ when the contract is made in the bet എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിൽ ആൻഡ്രൻ ചെക്കോവിൻ്റെ ഷോർട്ട് സ്റ്റോറി ദ ബെറ്റ്, ദ ലോയർ ഇസ് 25 years old when the contract is made എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഓൾഡ് ആണ്, ലോയറിന്റെ പ്രായമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് പർട്ടിക്കുലർ കാറിന്റെ പേര് ചോദിക്കുന്നുണ്ട്, ഒരു ക്യാരക്ടറിന്റെ ഏജ് ചോദിക്കുന്നുണ്ട്, പിന്നെ എത്ര നൈറ്റ്സ് അല്ലെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് ചോദിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ സമ്മറി നോക്കി പോകാതെ കുറച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിട്ട് നിങ്ങൾ ഓരോ വർക്ക്സും ഡ്രാമയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡ്രാമ അല്ല, പ്രോസൻ ഫിക്ഷൻ ആണല്ലോ, അതും നോക്കി പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ഇസ് ദ ടേം പേഴ്സണ? പേഴ്സണ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണ ഇസ് എ വോയിസ് ഓർ ക്യാരക്ടർ അഡോപ്റ്റഡ് ബൈ എ റൈറ്റർ ടു എക്സ്പ്രസ് ഐഡിയാസ് ഓർ ടെൽ എ സ്റ്റോറി. ഓക്കെ, പേഴ്സണ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വോയിസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ആവാം, അഡോപ്റ്റഡ് ബൈ എ റൈറ്റർ ടു എക്സ്പ്രസ് ഐഡിയാസ് ഒരു ടെൽ എ സ്റ്റോറി. ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ കുറിച്ച് പറയാൻ വേണ്ടി റൈറ്റർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സണ എന്ന് പറയുന്നത്. ഓക്കെ, who is Santiago's young and devoted apprentice എന്ന് പറഞ്ഞാൽ സാന്റിയാഗോ യങ് ആൻഡ് ഡിവോട്ടഡ് അപ്രന്റിസ് എന്നാണ് ഹെമിംഗ്വേസ്. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ഈസ് മെനോലിൻ. ഓക്കെ, സാന്റിയാഗോയുടെ യങ് ആൻഡ് ഡിവോട്ടഡ് അപ്രന്റിസ് എന്ന് പറയുന്ന ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആണസ് ഹെമിംഗ്വേയുടെ വർക്കാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ. ഓൾഡ് മാൻ ആൻഡ് സീയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാന്റിയാഗോ. അതിൻ്റെ വളരെ ഇതായിട്ടുള്ളൊരു
ഡിവോട്ടഡ് ആയിട്ട് ഒരു അപ്രന്റിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് മാനുവലിൻ. അപ്പം ഒരിക്കലും ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടഗോണിസ്റ്റ് ആരാ, സാന്റിയാഗോ, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂല. അവരെ റിലേറ്റ് ചെയ്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. സോ യു ഷുഡ് ബി വെരി ക്ലിയർ ഓഫ് ദി ക്യാരക്ടേഴ്സ്. അപ്പോൾ നിങ്ങളിപ്പം ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ഒന്നും പ്രിപ്പയർ ചെയ്താത്ത കുട്ടികളാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് നിങ്ങൾ ആ ഒരു എനിത്തിങ് പ്രോസ് ആണെങ്കിലോ ഫിക്ഷൻ ആണെങ്കിലോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് സമ്മറി മാത്രം നോക്കി പോകാതെ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുക, ക്യാരക്ടർ സ്കെച്ച് നോക്കുക, ആദ്യം സമ്മറി പഠിക്കുക, ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക, ഗോ ഫോർ ദ തീംസ്, then go for the motives and the literary devices if added in that particular work. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹോൾ ക്രിട്ടിക്കൽ സമ്മറി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ വർക്കിനെയും അസസ് ചെയ്ത് പോകേണ്ടത്. അല്ലാതെ വെറുതെ സമ്മറി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ പർട്ടിക്കുലർ ഏജ് ചോദിക്കുന്നു, വാട്ട് ഈസ് ഡിവോട്ടഡ് അപ്രന്റിസിന്റെ പേര് ചോദിക്കുന്നു, ഐ മീൻ വാട്ട് കാർ ഇസ് ദാറ്റ് ക്യാരക്ടർ ഇസ് യൂസിങ് ഇൻ ദറ്റ് പർട്ടിക്കുലർ സ്റ്റോറിയും ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് ദ way of asking questions nowadays. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെ പോവാം. ഓക്കെ, ആം ഐ ക്ലിയർ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്? ഈ 15 questions are okay. ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഒക്കെ കഴിഞ്ഞ് തേർഡ് സെമ്മിലേക്ക് എത്തിയ കുട്ടികളാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ യു പാറ്റേൺസ് പറഞ്ഞു തരേണ്ട കാര്യമില്ല, റൈറ്റ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അറിയാം. മിന്നു, നുസ്രത്ത്, Ambili, Labiba, all you guys will know the pattern. Like first the section A would be എന്തായിരിക്കും, I mean 10 മാർക്കിന്റെ one word question ആയിരിക്കും. Second section is 1 or 2 sentence, write in 1 or 2 sentence. Third section is I mean a short passage or a short paragraph. Fourth section D would be like essay question ആയിരിക്കും അല്ലേ. 15 എണ്ണം ചോദിക്കുന്ന സമയത്ത് you only wanted to write a 15 question ചോദിച്ചാൽ 10 questions ആൻസർ ചെയ്താൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതാം. should be very clear. questions ചെക്ക് ചെയ്യുക എന്നുള്ളത് should be very clear. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്കിനി 1 or 2 sentence question നോക്കിയാലോ? ക്ലിയർ അല്ലേ നിങ്ങൾ? ഓക്കെ, സോ ഐ ഹോപ്പ് ദ സ്ക്രീൻ ഇസ് വിസിബിൾ. ഞാൻ പറഞ്ഞ അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഇപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒക്കെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് 1 or 2 sentence ക്വസ്റ്റ്യൻ ആണ്. സോ സെക്ഷൻ ബി, ദാറ്റ് ഇസ് വാട്ട് ഇസ് മാജിക്കൽ റിയലിസം. വാട്ട് ഇസ് മാജിക്കൽ റിയലിസം? യു ഗൈസ് ഹാവ് നോൺ ദിസ് ടേം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ടേം ആയിരിക്കും, കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആയിരിക്കും മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. സോ മാജിക്കൽ റിയലിസം ഇസ് എ ലിറ്റററി സ്റ്റൈൽ ദാറ്റ് ബ്ലെൻഡ്സ് റിയലിസ്റ്റിക് നറേറ്റീവ് വിത്ത് ഫാന്റാസ്റ്റിക്കൽ ഓർ മാജിക്കൽ elements, treating the extraordinary as ordinary. It often explores deeper truths about culture, identity or history by weaving the magical seamlessly into everyday life എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് മാജിക്കൽ റിയലിസം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വെക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പർട്ടിക്കുലർ ലിറ്റററി സ്റ്റൈലാണ്. നമ്മളിപ്പോൾ ഒരു കവിത പഠിക്കുന്ന സമയത്ത് വി ഓഫൺ യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിറ്റററി ഡിവൈസസ്. അതിൻ്റെ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്? വി ആർ വെൽ അവെയർ ഓഫ് സിമിലി, മെറ്റഫർ, ഓണോമോട്ടോപ്പിയ ആൻഡ് പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിറ്ററേച്ചർ, അസോണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു കവിത എഴുതുമ്പോൾ, വൈൽ ബി റൈറ്റിംഗ് എ പോം, നമ്മളത് എഴുതുന്ന സമയത്ത് അതിനൊരു കൈൻഡ് ഓഫ് എംബെലിഷ്മെന്റ്, അതിനൊരു ഒരു താളം, രാഗം, ഈണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കാരണം അതൊരു ഭയങ്കര രസമുള്ള സാധനമായി മാറണം അല്ലേ. ഇപ്പം നമ്മളൊരു യൂസ്ഡ് വേ മേക്കപ്പ് അല്ലേ, എന്തിനാണ്? ടു എൻഹാൻസ് അവർ ബ്യൂട്ടി അല്ലേ. നമ്മൾ മേക്കപ്പ് ഇടുന്നത് എന്തിനാണ്? നമ്മൾ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കവിത അതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടിയും അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ലിറ്റററി ഡിവൈസുകൾ എന്ന് പറയുന്നത്. സിമിലർ ലൈക്ക് ലിറ്റററി ഡിവൈസ് ഇസ് ദിസ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ഒരു ലിറ്റററി സ്റ്റൈലാണ് വിച്ച് ഓഫൺ യൂസ് ഇൻ ഫിക്ഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മാജിക്കൽ റിയലിസം. നമ്മൾ മാജിക്കൽ റിയലിസം പറയുന്ന സമയത്ത് തന്നെ വി ഷുഡ് ബി വെരി വെൽ അവെയർ ഓഫ് few of the writers who are
are considered as the masters of magical realism. നിങ്ങൾക്ക് അറിയോ, ആരുടെയെങ്കിലും പേരറിയോ, മാജിക്കൽ റിയലിസത്തിന്റെ വക്താക്കളുടെ പേരറിയോ നിങ്ങൾക്ക്? മലയാളത്തിൽ മാജിക്കൽ റിയലിസം കൊണ്ട് വളരെ പേരുകേട്ട പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒ വി വിജയൻ. ഒ വി വിജയന്റെ പുസ്തകങ്ങളെല്ലാം മാജിക്കൽ റിയലിസത്തിനോട് വളരെയധികം എന്താ പറയുക നീതി പുലർത്തിയ വർക്ക്സ് ആണ്. അതുപോലെ തന്നെ മാജിക്കൽ റിയലിസം എന്നുള്ള ടേം വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ മനസ്സിലേക്കല്ല പൊതുവെ ലിറ്ററേച്ചർ ഇതുള്ള എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് നത്തിങ് സ്ഗാബോ, ദ വെരി ഫേമസ് റൈറ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകമുണ്ട്, 100 Years of Solitude, അതുപോലെ തന്നെ ലവ് ഇൻ ദ ടൈം ഓഫ് കൊളറ, അങ്ങനെ പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാജിക്കൽ റിയലിസം ആണ്. ബേസിക്കലി ഈ ഒരു ടേം റിയലിസ്റ്റിക് ആയിട്ടുള്ള നറേറ്റീവും അതുപോലെ തന്നെ ഫാൻറ്റസി അല്ലെങ്കിൽ മാജിക്കൽ എലിമെന്റ്സും, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. വിച്ച് ഇസ് ആക്ച്വലി ട്രീറ്റിംഗ് എക്സ്ട്രാ ഓർഡിനറി ആസ് ഓർഡിനറി. ഇറ്റ് ഓഫൺ എക്സ്പ്ലോർസ് ഡീപ്പർ ട്രൂത്ത്സ് അബൌട്ട് കൾച്ചർ, ഐഡന്റിറ്റി ഓർ ഹിസ്റ്ററി ബൈ വീവിംഗ് ദ മാജിക്കൽ സീംലെസ്ലി ഇൻ ടു എവറി ഡേ ലൈഫ്. അപ്പോൾ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഒരു മേമ്പടി പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സാധനമായി ഈ ഫാൻറ്റസീനെയും മാജിക്കൽ എലിമെന്റ്സിനെയും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലിറ്റററി ടേംസിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്, മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു സമീപനമാണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് എഴുത്തുകാർ ഈ മാജിക്കൽ റിയലിസത്തിന്റെ ചൂട് പിടിച്ചിട്ട് അവരുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഐ തിങ്ക് you guys are clear about magical realism. Okay, ipo idu chodichittulladu 1 or 2 sentence le questions aanu, so write like this. Okay, what is magical realism? Write in 2 sentences and make it more clear. Okay, so that is magical realism. Adutha question, numbers in selective questions ittadondana numbers angotu ingotu change cheyidu poyittulladu, please ignore. Adutha question, what is industrialization? Very very important question, because നമ്മൾ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ 17th, 18th, 19th സെഞ്ച്വറി പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിലുള്ള വളരെ ഇതായിട്ടുള്ള ഒരു മാറ്റമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ ഒരു കാലഘട്ടം 90s കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിനിമ എടുത്തു നോക്കാം. നമ്മൾ 90s കാലഘട്ടത്തിലെ സിനിമകൾ പറയുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമകൾ പറയാതെ നമുക്ക് ആ സിനിമ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. ആ കാലത്തെ പാട്ടുകൾ പറയാതെ പോകാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ് ആ 17th, 18th, 19th സെഞ്ച്വറീസിലുള്ള റൊമാൻറ്റിക് പീരീഡ്, പോസ്റ്റ് റൊമാൻറ്റിക് പീരീഡ് ആൻഡ് ഓൾസോ ഇൻ ദ വിക്ടോറിയൻ പീരീഡ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതിനുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. സോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ യു ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്: ഇൻഡസ്ട്രിയലൈസേഷൻ is the process which a country or a region transforms from an agriculture based economy to one based on manufacturing and industry. Very very easy, right? വെരി സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഇങ്ങനെ ഉത്തരം എഴുതുന്നു, അതൊരു കൈൻഡ് ഓഫ് പ്രോസസ്സാണ്. ഒരു നാടിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രാജ്യത്തിനെയോ ഒരു അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയുമായിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാർഷിക മേഖലയിൽ നിന്നും ലഭിച്ചിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും അതിനെ മാനുഫാക്ചറിങ്ങും അതുപോലത്തെ ഇൻഡസ്ട്രി മേഖലയിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇൻഡസ്ട്രിയലൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ഫാക്ടറീസ്, മെഷീനറി ആൻഡ് മാസ് പ്രൊഡക്ഷൻ ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, എക്കോണമി ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. അപ്പോൾ 3-4 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യു ഷുഡ് റൈറ്റ് ഓൾസോ ദാറ്റ്. അതും നിങ്ങൾ എഴുതണം. ജസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്ന് മാത്രം എഴുതിയാൽ പോരാ. യു ഷുഡ് ബി വെരി ക്ലിയർ. അത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഗ്രോത്ത് ഉണ്ടാക്കി, പുതിയ ഫാക്ടറീസ് ഉണ്ടാക്കി, മെഷീനറി ഉണ്ടാക്കി. ആ മെഷീനറീസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. ആൻഡ് ദാറ്റ് ആക്ച്വലി ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും അപ്പോൾ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ടാകുക? എന്തൊക്കെയായിരിക്കും? അവിടുത്തെ എക്കോണമി ഇതായിട്ടുണ്ടാവും, ഏർബൻ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മാറ്റം വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടെ എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ടാവും, ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടാവും, ലിവിങ് കണ്ടീഷൻ മെച്ചപ്പെട്ടിട്ടുണ്ടാവും. റൈറ്റ്? ഓക്കെ, സോ അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എഴുതിക്കൊള്ളണം. ക്ലിയർ? അമ്പിളിക്ക് ക്ലിയർ ആണോ? മിന്നു, നുസ്രത്ത്, ഓൾ ഓഫ് യു. നിങ്ങൾ ലൈവിലുണ്ട്, ബട്ട് യു ഗൈസ് ആർ നോട്ട് വിസിബിൾ. നിങ്ങൾ മെസ്സേജ് അയക്കുന്നില്ല. 1-2 പേര് എന്നോട് ക്ലിയർ ആണെന്നോ മിൽട്ടന്റെ സ്റ്റൈൽ ഗ്രാൻഡ് സ്റ്റൈൽ ആണെന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാർ ആരും. സോ ഐ ആം ദ വൺ. സോ അതർ 14
please do comment on it. Okay, so I hope you guys are very clear about magical realism and industrialization. Clear? പറയുന്നത് കേൾക്കുന്നുണ്ട്. You guys can see my screen. I think so. Okay. അടുത്ത question is, what is detective fiction? Okay, that is a question. What does detective fiction? What is detective fiction? Detective fiction is a genre of literature centered around a mystery or a crime, usually involving detective or investigator who solves the case through logic, observation, and deduction. The story typically includes clues, suspects, and a resolution where the mystery is explained and justice is served. Okay, that is a question. എന്താണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഫിക്ഷൻ അറിയാം. സയൻസ് ഫിക്ഷൻ അറിയാം, മെറ്റാഫിസിക്സ് ഫിക്ഷൻ നിങ്ങൾക്ക് അറിയാം, പിന്നെ വാട്ട് എൽസ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫിക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വെരി ക്ലിയർ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് കണ്ട ആൾക്കാരാണ്. നമുക്ക് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ, പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ എന്തൊക്കെ എഴുതും, എലാബറേറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു സംശയം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക. എങ്ങനെ എഴുതുക? ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇസ് എ ജോണർ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, ലിറ്ററേച്ചറിൽ ഒരു പർട്ടിക്കുലർ ജോണർ ആണ് എന്ത്? ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വിച്ച് സെന്റേർഡ് അറൗണ്ട് എ മിസ്റ്ററി ഓർ എ ക്രൈം. ഓക്കെ, എന്തെങ്കിലും ഒരു മിസ്റ്ററിനെ ചുറ്റിപ്പറ്റിയോ ഒരു ക്രൈമിനെ ചുറ്റിപ്പറ്റിയോ നിങ്ങൾ ഇതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുക. വിച്ച് യൂഷ്വലി ഇൻവോൾവിംഗ് എ ഡിറ്റക്റ്റീവ് ഓർ ഇൻവെസ്റ്റിഗേറ്റർ ഹു സോൾവ്സ് ദ കേസ് ത്രൂ ലോജിക്, observation and deduction. The story typically includes clues, suspects and resolution where the mystery is explained and justice is served എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, അതിലൊരു പർട്ടിക്കുലർ ഡിറ്റക്റ്റീവ് അതിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അതിലുണ്ടാകും. അയാളുടെ ബുദ്ധി ഉപയോഗിച്ച്, ലോജിക് ഉപയോഗിച്ച്, അയാളുടെ ഡിഡക്ഷൻ ഉപയോഗിച്ച് അയാൾ എന്താക്കും? പറയും. ആ സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നറിയോ? ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എപ്പോഴും വളരെ സസ്പെൻസ് നിറഞ്ഞതായിരിക്കും, അല്ലേ? ഒരുപാട് സസ്പെൻസ് ഉണ്ടാവും. ഫൈനലാണ് അതിന്റെ ജസ്റ്റിസ് റിവീൽ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട്, നമ്മളെല്ലാവരും ഷെർലക് ഹോംസിന്റെ സിനിമകളൊക്കെ കാണുന്നതാണ്. ആർതർ കോണൻ ഡോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരന്റെ ഒരു ക്യാരക്ടറാണ് ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഷെർലക് ഹോംസിന്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്റ്റോറി ഒരു ടിപ്പിക്കലി എപ്പോഴും ക്ലൂസും സസ്പെക്ട്സും റെസൊല്യൂഷൻസും എല്ലാം നിറഞ്ഞതായിരിക്കും. വേർ ദ മിസ്റ്ററി ഈസ് എക്സ്പ്ലെയിൻ ആൻഡ് ജസ്റ്റിസ് ഇസ് സെർവ്ഡ് അവസാനം, റൈറ്റ്? ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ആസ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, who are tertiary characters? Okay, tertiary characters എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. I hope detective fiction is clear, right? Moving to the next question, tertiary characters. Okay, primary characters, secondary characters, and it might be third, that is tertiary characters. Tertiary characters are minor character in a story who appear briefly and play smaller background roles that support the plot or main characters എന്ന് പറയുന്നു. That is what we called as this particular കാര്യങ്ങൾ. അതായത് ഈ ടെറിഷറി ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്ന ഒരു മൈനർ ക്യാരക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ഒരു വളരെ സ്മോൾ ഓർ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? tertiary characters എന്ന് നമ്മൾ പറയാം. They usually do not undergo development, are not central to the storyline, but help add realism and depth to the narrative world എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർ സെൻട്രൽ സ്റ്റോറി ലൈനിൽ ഇവർ അധികം ഉണ്ടാവില്ല. ഓക്കെ, അത് മനസ്സിലായോ? അപ്പോൾ അവരെയാണ് ഒരു മൂന്നാം ടെറിഷറി എന്ന് പറയുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അപ്പം അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവർക്കൊരു അവരുടെ പൊസിഷൻ കുറച്ചും കൂടിയൊക്കെ ബാക്കിലേക്കാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് പറയുന്നത്? ടെറിഷറി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? ഈ മൈനർ ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെറിഷറി ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറിഷറി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. Clear? Okay. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ hope you guys are clear about this 1 2 3 4 questions നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ നറേറ്റീവ് എസ്സേസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നറേറ്റീവ് എസ്സേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി, എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, നോക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ നറേറ്റീവ് എസ്സേസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് നറേറ്റീവ് എസ്സേസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം എന്താണ് നറേറ്റീവ് എസ്സേസ്? നറേറ്റീവ് എസ്സേസ് ആർ എ ഫോം ഓഫ് റൈറ്റിംഗ് ദാറ്റ് ടെൽസ് എ സ്റ്റോറി ഓർ റീകൗണ്ട്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് യൂഷ്വലി ഫ്രം ദ writer's point of view. Unlike other academic essays, narrative essays focus on plot, characters, setting and a clear sequence of events എന്ന് പറയുന്നു. Okay, so this is called as എന്തെന്ന് പറയുന്നത് നറേറ്റീവ് എസ്സേസ് എന്ന് പറയുന്നത്. അപ്പോൾ നറേറ്റീവ് എസ്സേ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു കഥ പറയാണ്. ആര്? ഒരു റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പറയുന്നതിന് unlike other academic essays and narrative essays focus on plot, character, setting and a clear sequence of events എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്ലോട്ട് ഉണ്ടാകും, ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടാകും, സെറ്റിങ്സ് ഉണ്ടാകും, ഒരു ക്ലിയർ സീക്വൻസ് ഓഫ് ഇവന്റ്സും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂട്ടി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പറഞ്ഞിട്ടുള്ള നറേറ്റീവ് എസ്സേസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എന്താണ്, അടുത്ത പോയിന്റ് എന്താണ്? ദിസ് ആൻഡ് ക്ലിയർ സീക്വൻസ് ഓഫ് ഓഫൺ incorporating dialogue and vivid description to engage the reader. The purpose is not only to entertain but also to convey deeper message or insight gained from the experience. A strong narrative essays combine storytelling elements with reflective insight, making the reader feel connected to the moment being described എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, എന്തായിക്കോട്ടെ അതിനൊരു രസമാക്കിയിട്ടാണ് അവർ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നറേറ്റീവ് അതിനെ പറയുകയാണെങ്കിൽ ഒരു നറേറ്റീവ് എസ്സേസ് പറയുമ്പോൾ ഞാനൊരു കഥ വെച്ച് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും യു ഗൈസ് ആർ വെരി ഫെമിലിയർ അബൌട്ട് മാധവിക്കുട്ടി അല്ലെ, കമല സുരയ്യ എന്ന പേരിൽ അറിയുന്ന മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കവിതകൾ വായിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അവരുടെ ഒരു എൻ്റെ ബാല്യകാല സ്മരണകൾ, ബാല്യകാല കൃതികൾ ഒരു പുസ്തകമുണ്ട്. ആ പർട്ടിക്കുലർ പുസ്തകത്തിൽ അല്ലെങ്കിൽ നീർമാതളം പൂത്തപ്പോൾ ആ പുസ്തകങ്ങളിലൊക്കെ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന് കുറച്ചൊരു മേമ്പടിയൊക്കെ കൂട്ടി അതിലൊരു കഥ പോലെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കഥ പോലെ പറഞ്ഞു തരുന്നു. അപ്പൊ അത് അവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അതിലൂടെ ഒരു ഡീപ്പർ മെസ്സേജ് അവർ നമുക്ക് തരുന്നുണ്ട്, അത് കൺവേ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നറേറ്റീവ് എസ്സേ എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ്സ് ഉപയോഗിച്ച് എന്നാലും ആ ഒരു മൊമെന്റ് റീഡേഴ്സിന് കണക്ട് ആവണം എന്നുള്ളൊരു ഇതിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നറേറ്റീവ് എസ്സേസ്. അപ്പോൾ നറേറ്റീവ് എസ്സേ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും നിങ്ങൾ എഴുതണം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ, ഒരു കോർ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അതായത് റൈറ്റ് എ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് വിക്ടോറിയൻ പീരീഡ് എന്നുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ വിക്ടോറിയൻ നോവൽസ്, റൈറ്റ് എ നോട്ട് ഓൺ വിക്ടോറിയൻ എസ്സേസ്, ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. റൈറ്റ് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് വിക്ടോറിയൻ പീരീഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഏത് പീരീഡാണ്? വിക്ടോറിയൻ പീരീഡിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം, വിക്ടോറിയൻ പീരീഡ്. ആ വർഷം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പീരീഡിന്റെ വർഷമൊക്കെ എഴുതി വെക്കാവൂ, അല്ലാതെ ഒരിക്കലും നിങ്ങൾ പീരീഡ് വർഷത്തിന് അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. So Victorian period, named after Queen Victoria, was marked by a significant social and political and cultural change in Britain. One of its main features was rapid industrialization, which led to urban growth and a widening gap between the rich and poor. The period also emphasized morality, duty and respectability, reflecting the values of the middle class in literature. The Victorian era saw the rise of the novel as a dominant literary form, with authors like Charles Dickens, Thomas Hardy and the Bronte sisters addressing themes such as poverty, class, conflict, gender roles and moral dilemmas. Okay.
ഇത്രയും ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, സോ റൈറ്റ് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് വിക്ടോറിയൻ പീരീഡ് എന്നുള്ളത്. ഓക്കെ, വി ഹാവ് മൂവ് ടു സെക്ഷൻ സി കേട്ടോ മക്കളെ. സെക്ഷൻ സിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങളോട് ഒരു പാരഗ്രാഫ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് വൈ വി ആർ ആഡിങ് മച്ച് പോയിന്റ്സ് ടു ദിസ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പോയിന്റ്സ് കുറച്ച് ഡീപ്പർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. വെറുതെ നമ്മൾ 1 or 2 സെന്റൻസ് കൊടുത്ത പോലെ കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ക്ലിയർ. എന്താണ് ചോദിച്ചു നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഈ പ്രോപ്പർ ആയിട്ടുള്ള മറുപടി നമ്മൾ സെന്റൻസിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ എന്തായിരുന്നു ചോദ്യം? വാട്ട് ആർ ദ നോട്ട്, റൈറ്റ് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് വിക്ടോറിയൻ പീരീഡ്. വിക്ടോറിയൻ പീരീഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ നിങ്ങൾ എടുത്ത് എഴുതുന്നതായിരിക്കണം. സോ വിക്ടോറിയൻ പീരീഡ് നെയിംഡ് ആഫ്റ്റർ ക്യൂൻ വിക്ടോറിയ വാസ് മാർക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച് ഇൻ ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്യൂൻ വിക്ടോറിയയുടെ നാമകരണം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം? ഇപ്പോൾ സോഷ്യലി പൊളിറ്റിക്കലി അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് ബ്രിട്ടനിൽ ഉണ്ടായ ഒരു സമയമായിരുന്നു. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, വിച്ച് ലെഡ് ടു urban growth and widening gap between the rich and poor. ഓക്കെ, സോ ഒരു urban growth, ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്നുള്ളൊരു ഇതുണ്ടാക്കി. ദ പീരീഡ് ഓൾസോ എംഫസൈസ്ഡ് മൊറാലിറ്റി, ഡ്യൂട്ടി ആൻഡ് റെസ്പെക്റ്റബിലിറ്റി, റിഫ്ലക്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ഓക്കെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് മൊറാലിറ്റി, ഡ്യൂട്ടി, റെസ്പെക്റ്റബിലിറ്റി ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതൊരു മിഡിൽ ക്ലാസ്സിനെ വാല്യൂ ചെയ്യുന്ന സമയം. അതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു കാലഘട്ടം പറഞ്ഞു. ഇനി നമ്മൾ എന്തായാലും വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചറിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു വിക്ടോറിയൻ ഇറ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സോ ദ റൈസ് ഓഫ് നോവൽ ആസ് എ ഡോമിനന്റ് ലിറ്റററി ഫോം. ഓരോ കാലഘട്ടത്തിലും ഓരോ ജോണർ ഓഫ് ലിറ്ററേച്ചർ ആണ് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് വരിക. ഇപ്പൊ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് റൈസ് ഓഫ് നോവൽസ് എന്ന് പറഞ്ഞത്. റൈസ് ഓഫ് നോവൽസ് പറഞ്ഞാൽ നോവൽസിന്റെ ഒരു ഇത് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നത് എന്ന് പറയുന്നു. അങ്ങനെ നോവൽസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ലിറ്റററി ഫോം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നോവൽസ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ പോയിറ്റ്സ് ആരൊക്കെയാണ്? വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയൻ പോയിറ്റ്സ് ഉണ്ട്. യു ഗൈസ് നോ എനി വൺ ഓഫ് ദം? വളരെ 3 ആള് വളരെ ഫേമസ് ആണ് വിക്ടോറിയൻ പോയിറ്റ്സ്. പറ്റുകയാണെങ്കിൽ ഒന്ന് മിന്നുവോ അനിലയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും. ഓക്കെ, നോക്കട്ടെ ഞാൻ. സോ അപ്പൊ ഈ നോവൽസ് ആണ് കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള ലിറ്റററി ഫോം എന്ന് പറയുന്നത്. വിത്ത് ഓതേഴ്സ് ലൈക്ക് ചാൾസ് ഡിക്കൻസ്, അതുപോലെ തന്നെ തോമസ് ഹാർഡി, ബ്രോണ്ടി സിസ്റ്റേഴ്സ്, അഡ്രസ്സിംഗ് themes such as poverty, class conflict, gender roles and moral dilemmas. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ വർക്ക്സിൽ റെക്കറന്റ് ആയിട്ടുള്ള തീംസ് ആയിട്ട് എപ്പോഴും വരാറുണ്ട്. ഇവർ ഇതിനെക്കുറിച്ച് വളരെയധികം സംസാരിക്കാറുണ്ട്. ബിക്കോസ് വിക്ടോറിയൻ പീരീഡ് അല്ലെങ്കിൽ ദിസ് പീരീഡ് ഹാസ് മോർ ഓൺ ദ അതർ സൈഡ് കൂടുതലായിട്ടും മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം മിഡിൽ ക്ലാസ് ആൾക്കാർ ജനറലി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വളരെ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പോവർട്ടി, ക്ലാസ് കോൺഫ്ലിക്റ്റ്, ജെൻഡർ റോൾസ്, മോറൽ ഡിലമാസ്, ഇതൊക്കെയാണ് അവരുടെ വർക്ക്സിൽ. സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ലൈക്ക് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ, ഡിബേറ്റ്സ് ഓവർ റിലീജിയൻ ചാലഞ്ച് ട്രഡീഷണൽ ബിലീഫ്സ്, മേക്കിംഗ് ദ വിക്ടോറിയൻ ഏജ് എ ടൈം ഓഫ് ബോത്ത് പ്രോഗ്രസ് ആൻഡ് അൺസർട്ടിനിറ്റി. ഓക്കെ, ആ ലാസ്റ്റ് ലൈൻ ഇസ് വെരി ഹിറ്റ്. ദാറ്റ് ഇസ് എ ഹിറ്റ് ലൈൻ. അത് നിങ്ങൾക്ക് എഴുതി വെക്കാം, അങ്ങനെ തന്നെ എഴുതി വെക്കാം പരീക്ഷയ്ക്ക്. കാരണം എന്താ വെച്ചാൽ ഈ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? വിക്ടോറിയൻ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ നോക്കണം വിക്ടോറിയൻ എറയിലെ ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു ഫ്ലറിഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവിടെ എന്തിനെ കുറിച്ചായിരുന്നു ആ കാലഘട്ടത്തിൽ എഴുത്തുകാർ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ടേംസ് എന്തൊക്കെയായിരുന്നു, തീംസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. ഫൈനലി അവിടുത്തെ ആ കാലഘട്ടത്തിലെ സയന്റിഫിക് അഡ്വാൻസ്മെന്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സയന്റിഫിക് അഡ്വാൻസ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ഡിബേറ്റ്സ് ഓവർ റിലീജിയൻ. ഓക്കെ, ഡിബേറ്റ്സ് ഓവർ റിലീജിയൻ ചാലഞ്ച് ട്രഡീഷണൽ ബിലീഫ്സ്, മേക്കിംഗ് ദ വിക്ടോറിയൻ ഏജ് എ ടൈം ഓഫ് ബോത്ത് പ്രോഗ്രസ് ആൻഡ് അൺസർട്ടിനിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ന്യൂജീസ് വ്യൂസ് ഓൺ ട്രാൻസ്ലേഷൻ. ഓക്കെ, എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വിക്ടോറിയൻ പീരീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യു ഗൈസ് ക്ലിയർ? ഞാൻ പറഞ്ഞുതരാം. വിക്ടോറിയൻ പീരീഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള 3 പോയിറ്റ്സ് ആണ്. നൺ അതർ ദാൻ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, അതുപോലെ തന്നെ അതുപോലെ തന്നെ അർണോൾഡ് ആൻഡ് റോബർട്ട് ബ്രൗണിംഗ്. ഓക്കെ, ദീസ് 3 ആർ വെരി ഫേമസ് ആൻഡ് ക്ലിയർ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞോളൂ, ജസ്റ്റ് മെൻഷൻ. നമ്മളിങ്ങനെ പഠിക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാകും. ഓക്കെ, യു ഗൈസ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഇനിയും മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ അവയർനെസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ,
സോ ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾക്ക് തേർഡ് സെമ്മിൻ്റെ ക്രാഷ് കോഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരു മെസ്സേജ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ലൈവിലേക്ക് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൻഡ് അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസിൻ്റെ ടെലിഗ്രാം ആൻഡ് വാട്സപ്പ് ലിങ്ക് നമ്മൾ അതിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു PDF അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? Okay, all of you clear? Minu, Anila and Ambili, Nusrat, all of you clear? 4 പേരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് റൈറ്റ് അവർ പറയുന്നത്. ഓക്കെ, ഐ മീൻ അവരുടെ പേര് പറയുന്നത് കേട്ടോ. ഡോണ്ട് ഫീൽ ബാഡ് അതേഴ്സ്. ഓക്കെ, വാട്ട് ആർ ന്യൂജീസ് വ്യൂസ് ഓൺ ലിറ്ററേച്ചർ? സോ ട്രാൻസ്ലേഷൻ. ബ്രൗണ്ടി സിസ്റ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചില്ല. ആൻ ബ്രൗണി എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ടോ? എമിലി ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആണോ പറഞ്ഞത്? ക്രിസ്റ്റിന റോസറ്റി. വാട്ട് ആർ ദ ന്യൂജീസ് വ്യൂസ് ഓൺ? ഇവരൊക്കെ വിക്ടോറിയൻ റൈറ്റേഴ്സ് ആണ്. ഞാൻ ചോദിച്ചിരുന്നത് ഹു ആർ ദ പോയിറ്റ്സ് ആണ് ചോദിച്ചിരുന്നത്. വിക്ടോറിയൻ പോയിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഓക്കെ, ഫൈൻ. Nuji's views on translation. Nuji Tong was a views on translation as a powerful tool for cultural empowerment and the linguistic equality. He believes that translation can decolonize literature by allowing African stories and knowledge systems to be shared across languages, especially from African languages into global ones, and not just the other way around. എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂജി വോത്തോങ്ങിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ടും ഒരു കൾച്ചറൽ എംപവർമെന്റ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഈക്വാലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് അദ്ദേഹം ട്രാൻസ്ലേഷനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ട്രാൻസ്ലേഷൻ ക്യാൻ ഡീകോളനൈസ് ലിറ്ററേച്ചർ ബൈ അലോയിങ് ആഫ്രിക്കൻ സ്റ്റോറീസ് ആൻഡ് നോളേജ് സിസ്റ്റം to be shared across languages, especially from African languages into global one and not just the other way around. അപ്പോൾ അദ്ദേഹം ഒരു ആഫ്രിക്കൻ റൈറ്റർ ആണ്, ലിജി ബോത്തോങ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആഫ്രിക്കൻ സ്റ്റോറീസിനെ എന്ത് ചെയ്യുന്നു? ആഫ്രിക്കൻ സ്റ്റോറീസിനെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ പറയുന്നു. ഡീകോളനൈസ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഫാക്റ്റിനെ കുറിച്ച് പറയുന്നു. ആഫ്രിക്കൻ ലാംഗ്വേജസിനെ നമുക്കൊരു ഗ്ലോബലാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. രുചി ഓക്കെ, ഞാൻ ആൻ ബ്രൗണി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്താണെന്ന് വിചാരിച്ചു. ന്യൂജി ആർഗ്യൂസ് ദാറ്റ് ട്രാൻസ്ലേഷൻ ഷുഡ് നോട്ട് ബി എ വൺ വേ ഫ്ലോ ഫ്രം യൂറോപ്യൻ ലാംഗ്വേജസ് ടു ആഫ്രിക്കൻ ലാംഗ്വേജസ്. ഇൻസ്റ്റെഡ് ഇറ്റ് ഷുഡ് ബി പ്രൊമോട്ടഡ് ഡയലോഗ് ബിറ്റ്വീൻ cultures on equal terms. He sees translation as means of resisting linguistic imperialism, preserving indigenous languages and ensuring they take their rightful place in global literature and intellectual discourse എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത് വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ്. രുചി പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ ഷുഡ് ബി one way flow from യൂറോപ്യൻ ലാംഗ്വേജസ് ടു ആഫ്രിക്കൻ ലാംഗ്വേജസ്. നമ്മൾ അതിനെ വെറുതെ ഒരു കൾച്ചർ ബാരിയർ ആയിട്ട് മാത്രമല്ല, അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു യൂറോപ്യൻ ലാംഗ്വേജസിന് ആഫ്രിക്കൻ ലാംഗ്വേജിന് ഇൻസേർട്ട് ആ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഹി സീസ് ട്രാൻസ്ലേഷൻ ആസ് മീൻസ് ഓഫ് റെസിസ്റ്റിംഗ് ലിംഗ്വിസ്റ്റിക് ഇംപീരിയലിസം ആൻഡ് പ്രിസർവിംഗ് ഇൻഡിജീനിയസ് ലാംഗ്വേജസ് ആൻഡ് എൻഷുറിംഗ് ദേ ടേക്ക് ദെയർ റൈറ്റ്ഫുൾ പ്ലേസ് ഇൻ ഗ്ലോബൽ ലിറ്ററേച്ചർ ആൻഡ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഗ്ലോബൽ ലിറ്ററേച്ചർ, അപ്പോൾ ഈ ഭാഷകൾ അവരുടെ ഭാഷകളും അതുപോലെ തന്നെ യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ആശയമാണ് ആര് പറയുന്നത്? രുചി വോത്തോങ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ലോങ് ഫിക്ഷൻ. ഓക്കെ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ, differentiate between short fiction and long fiction. Okay, short fiction and long fiction differ primarily in length, depth and narrative complexity. Okay, നമ്മൾ ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ലോങ് ഫിക്ഷൻ്റെ ഡിഫറൻസിയേഷൻ പറയുമ്പം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം? ലെങ്ത്തിനെ കുറിച്ച് ഒബ്വിയസ്ലി പറയണം, പിന്നെ അതിൻ്റെ ഡെപ്ത്, പിന്നെ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈൽ അല്ലെങ്കിൽ നറേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഷോർട്ട് ഫിക്ഷൻ ഇസ് ടിപ്പിക്കലി ബ്രീഫ് ആൻഡ് ഫോക്കസ്ഡ് അല്ലേ?
ലോങ് ഫിക്ഷൻ കാണും കൺസിഡർ ചെയ്യുമ്പോൾ ഷോർട്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അത് ബ്രീഫ് ആൻഡ് ഫോക്കസ്ഡ് ആണ്. യൂഷ്വലി അണ്ടർ 7,500 വേർഡ്സ്. ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ എ സിംഗിൾ ഇൻസിഡന്റ് or theme with fewer characters and limited setting, often ending with a twist or impactful conclusion. Okay, so long fiction nu പറഞ്ഞാൽ എന്താ? Example, novellas is much longer, often over 40,000 words, and allows for extended plot development, deeper characters exploration, multiple subplots, and a wider scope in themes and settings. That is called as short fiction and long fiction. അപ്പം ഇതിൽ ബ്രീഫ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം, 7,500 വേർഡ്സിൻ്റെ ഉള്ളിലായിരിക്കണം. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ എ സിംഗിൾ ഇൻസിഡൻറ്റ് ഓർ എ തീം എന്ന് പറയുന്നത്. വിത്ത് ഫ്യൂവർ ക്യാരക്ടേഴ്സ്, വളരെ ഫ്യൂ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ലിമിറ്റഡ് സെറ്റിങ്സ്, അതുപോലെ തന്നെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇനി ലോങ് ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ നോവൽസ് ആൻഡ് നോവെല്ലാസ്. ഓക്കെ, അത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് ലോങ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? മച്ച് ലോങ്ങർ. ഓക്കെ, ഓഫൺ ഓവർ 40,000 വേർഡ്സ്, 40,000 വേർഡ്സ്. പിന്നെ അലോസ് ഫോർ എക്സ്റ്റെൻഡഡ് പ്ലോട്ട് ഡെവലപ്മെന്റ്, deeper character exploration, അതുപോലെ തന്നെ multiple subplots, and a wider scope in themes and settings എന്ന് പറയുന്നു. Okay, so that is called as short fiction and long fiction എന്ന് പറയുന്നു. Okay, അപ്പോൾ ഇത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ? ഷോർട്ട് ഫിക്ഷനും ലോങ് ഫിക്ഷനും എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ അപ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ എഴുതേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലെങ്ത്തിനെ കുറിച്ചും ഡെപ്തിനെ കുറിച്ചും അതിൻ്റെ നറേറ്റീവ് കോംപ്ലക്സിറ്റിയെ കുറിച്ചും നിങ്ങൾ എഴുതണം. ക്ലിയർ ആണോ? ഷോർട്ട് ഫിക്ഷൻ എന്താണ്, ലോങ് ഫിക്ഷൻ എന്താണെന്നുള്ളത് പറയും. ഷോർട്ട് ഫിക്ഷനിൽ നറേറ്റീവ് സ്റ്റൈല് പറയുന്ന സമയത്ത് ഒരു സിംഗിൾ ഇൻസിഡന്റ് തീമിനെ കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. നമ്മൾ ഷോർട്ട് സ്റ്റോറിയിലൊക്കെ 1, 2, 3 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്ലോട്ട് ആയിരിക്കും അതിൽ ഉണ്ടാവുക, അല്ലെ? ലിമിറ്റഡ് സെറ്റിംഗ് ആയിരിക്കും. ട്വിസ്റ്റ് വളരെ അധികം, ഓഫൺ എൻഡിങ് വിത്ത് ട്വിസ്റ്റ്, ഒരു കൺക്ലൂഷനിൽ അത് അവസാനിപ്പിക്കും. പക്ഷെ ലോങ് ഫിക്ഷൻ വലിയ വലിയ നോവൽസ് ഒക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ് പ്ലോട്ട്സ് ഉണ്ടാകും, വൈഡർ സ്കോപ്സ് ഉണ്ടാകും, ഇൻ തീംസ് ഉണ്ടാകും, സെറ്റിംഗ്സ് ഉണ്ടാകും. സോ ദർ ഇസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ ദാറ്റ്. ഓക്കെ, അടുത്തത് comment on Roald Dahl's style. Okay, Roald Dahl's style is known for its dark humor, vivid imagination, and playful use of language. He often blends fantasy with reality, creating whimsical yet unsettling worlds, and especially in his children's stories, his writing features unexpected twists, clever wordplay and strong characterization എന്ന് പറയുന്നുണ്ട്. Roald Dahl's സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സി, എല്ലാ റൈറ്റേഴ്സിനെയും സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, കാരണം ക്വസ്റ്റ്യൻസ് ആർ ആസ്കിങ് ഫ്രീക്വന്റ്ലി. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മളോട് 2 റൈറ്ററിന്റെ സ്റ്റൈലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മളോട് ആരോട് ചോദിച്ചു? ഫ്രാൻസിസ് ബേക്കണിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്തായിരുന്നു മക്കളെ? ഫ്രാൻസിസ് ബേക്കണിന്റെ റൈറ്റിംഗ് സ്റ്റൈലിന്റെ ഒരു പർട്ടിക്കുലർ ടേമിന്റെ പേരെന്തായിരുന്നു? നോക്കട്ടെ, ഓർമ്മ ഉണ്ടോന്ന്. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെ പോയോന്ന് നോക്കട്ടെ. ഓക്കെ, സോ Roald Dahl's സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കുന്നത്. Roald Dahl's സ്റ്റൈൽ ഡാർക്ക് ഹ്യൂമർ ആണ്. അദ്ദേഹത്തിന്റെ എല്ലാ റൈറ്റേഴ്സിനും ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഉണ്ടാകും, അവരുടെ ഒരു ഫോക്കസ് ഏരിയ ഉണ്ടാകും, അവരുടെ ടൈപ്പ് ഒരു ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, റൈറ്റ്? സോ വിവിഡ് ഇമാജിനേഷൻ ആണ്, പ്ലേഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഹി ഓഫൺ ബ്ലെൻഡ്സ് ഫാന്റസി വിത്ത് റിയാലിറ്റി. അദ്ദേഹം എപ്പോഴും ഫാന്റസി റിയാലിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. Creating whimsical yet unsettling words, especially in his children's stories. His writing features unexpected twist, clever wordplay, and strong characterization, often portraying children as a clever heroes and adult as a foolish or trivial. Dahl's narrative voice is engaging and conversational, making his stories accessible and memorable, whether writing for children or adults. His style reflects a deep understanding of human nature mixed with a mischievous sense of fun എന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് Roald Dahl സ്റ്റൈൽ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു ഡാർക്ക് ഹ്യൂമർ, വിവിഡ് ഇമാജിനേഷൻ, പ്ലേഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്, വേർഡ് പ്ലേ, സ്ട്രോങ് ക്യാരക്ടറൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് അഫോറസ്റ്റിക് ആണ് കേട്ടോ, അമ്പിളി അഫോറസ്റ്റിക്. സ്പെല്ലിംഗ് തെറ്റിപ്പോരുത്, നിങ്ങൾ ഇനിയൊന്നും സ്പെല്ലിംഗ് തെറ്റിക്കാൻ പാടില്ല. APHORISTIC, അഫോറസ്റ്റിക് സ്റ്റൈൽ. ഓക്കെ, ഇനി അഥവാ നിങ്ങളോട് ഫ്രാൻസിസ് ബേക്കണിന്റെ സ്റ്റൈലിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഈ പറഞ്ഞ അഫോറസ്റ്റിക് സ്റ്റൈലാണ്, ആ ടേമിലാണ് അതിന് അറിയപ്പെടുക എന്ന് പറയണം. എന്താണ് അഫോറസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ബ്രേവിറ്റി ഉണ്ടാകും, ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ആയിരിക്കും, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള തീംസ് ആയിരിക്കും ആരുപയോഗിക്കുന്നുണ്ടാവുക? ബേക്കൺ ഉപയോഗിക്കുന്നുണ്ടാവും. അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആക്കി എഴുതിയാൽ മതി. ക്ലിയർ?
So often portraying children as a clever heroes and adult as a foolish or cruel, and thus narrative voice is engaging in conversational making his stories accessible, memorable. Whether writing for children or adults, his styles reflects a deep understanding of human nature mixed with a mischievous sense of fun. Okay, so ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതുകയാണെങ്കിലും അഥവാ അഡൽട്സിന് വേണ്ടി എഴുതുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എപ്പോഴും ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ഒരുപാട് ഒരു ഫൺ മാനറിലാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ നറേറ്റീവ് ടെക്നിക്സ്. നറേറ്റീവ് ടെക്നിക്സിനെ കുറിച്ച് ചോദിക്കും. റൈറ്റ് നോട്ട് ഓൺ നറേറ്റീവ് ടെക്നിക്സ് ആണ് ചോദിക്കുന്നത്. സോ നമ്മൾ ടെറിഷറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നറേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നറേറ്റീവ് ടെക്നിക്സ് ആർ ദ ലിറ്റററി ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് റൈറ്റേഴ്സ് യൂസ് ടു ഷേപ്പ് ദ വേ എ സ്റ്റോറി ഈസ് ടോൾഡ്, എൻഹാൻസ് ഇൻ ഇറ്റ്സ് മീനിങ്, structures, emotional impact. These stories include the point of view such as first person, third person. First person പറയുമ്പോൾ I യൂസ് ചെയ്യും, തേർഡ് പേഴ്സൺ പറയുമ്പോൾ he or she or they യൂസ് ചെയ്യും. അതുപോലെ തന്നെ it determines the reader's access to the characters, thoughts and experience. Flashbacks and foreshadowing used to manipulate time either by revisiting events or hinting at future ones. Another key technique is stream of consciousness, where the writers present a character's internal thoughts in flowing, unstructured manner. Dialogue brings realism, imagery, symbolism, tone, and everything contribute to the mood and deeper layers of meaning എന്നാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇതിൽ പറയാണ്ട്, ഏതിൽ നറേറ്റീവ് ടെക്നിക്കിന്റെ കാര്യത്തിൽ പറയാണ്ട്, ഒന്ന് നമ്മൾ എന്താണ് റൈറ്ററിന്റെ ഒരു സ്റ്റോറി ടോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോറി പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ നറേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഈ ടെക്നിക്സിൽ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയാറുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ പറയും, തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ഹി ഓർ ഷി ഓർ ദേ നമ്മൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഹി ഡിറ്റർമൈൻസ് ദ റീഡേഴ്സ് ആക്സസ് ടു ദ ക്യാരക്ടേഴ്സ്, തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ്. Flashbacks and foreshadowing are used to manipulate time either by revisiting past events or hinting the future ones. Another key technique is stream of consciousness. Okay, stream of consciousness എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണത് നിങ്ങൾക്ക് അറിയോ? അതായത് പ്രസന്റ് ക്യാരക്ടേഴ്സ് ഇന്റേണൽ തോട്ട്സ് ഇൻ ഫ്ലോയിങ് അൺസ്ട്രക്ചേർഡ് മാനർ. ഒരു അൺസ്ട്രക്ചേർഡ് മാനറിൽ അതിൻ്റെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പറഞ്ഞിട്ടുള്ള സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുക. ഒരു ക്യാരക്ടറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ഇന്റേണൽ തോട്ട്സിനെയും നമ്മൾ പറയുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുക. SGOU സെക്കൻഡ് സെം എക്സാം മാറ്റുമോ അറിയില്ല. ഐ എം നോട്ട് വെരി ഷുവർ. ആര്യ ശ്രീകുട്ടി, സോറി, നമുക്കൊന്നും അറിയില്ല. യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ അത് ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ പെട്ടെന്ന് മാറ്റിയാലും മാറ്റും, യൂണിവേഴ്സിറ്റിന്റെ കാര്യമാണല്ലോ. ഇനി ഡയലോഗ് ബ്രിങ്സ് റിയലിസം ആൻഡ് ഹെൽപ്സ് റിവീൽ ക്യാരക്ടേഴ്സ് വൈൽ ഇമേജറി, സിംബലിസം അതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഓൾ ടുഗെദർ ദീസ് ടെക്നിക്സ് ഹെൽപ്സ് ദ റൈറ്റർ ക്രാഫ്റ്റ് എ കമ്പലിംഗ് നറേറ്റീവ് ദാറ്റ് എൻഗേജസ് ദ റീഡർ ബോത്ത് ഇന്റലക്ച്വലി ആൻഡ് ഇമോഷണലി എന്ന് പറയുന്നുണ്ട്. റൈറ്റ് നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് സാന്റിയാഗോ. സാന്റിയാഗോ എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. And Santiago, the protagonist of Ernest Hemingway's The Old Man in the Sea, is portrayed as a humble, resilient and deeply dignified fisherman. Despite his age and physical hardship, he displays unwavering courage and determination, especially during his epic struggle with the Jane Marlin. Santiago's character reflects Hemingway's ideal of the cold hero, someone who faces life's challenges with the grace under pressure, enduring suffering without complaint. So, though the poor and considered unlucky by others in his village, Santiago is spiritually rich, guided by his love for the sea, respect for the nature, and a deep bond with the young boy Manolin. His strength lies not just in physical endurance but in his inner will, showing that true success is measured not by victory but by how one's face defeat. And Santiago's quiet heroism and stoic acceptance make him a powerful symbol of human dignity and perseverance എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സാന്റിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്? അപ്പോൾ സാന്റിയാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീല്. അപ്പോൾ അതിൽ ഹംബിൾ, റിസൈലൻസ്, അതുപോലെ തന്നെ ഡീപ്ലി ഡിഗ്നിഫൈഡ് ഫിഷർമാൻ ആണ് അദ്ദേഹം. അപ്പോൾ ആരാണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ പറയണം. പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറയണം. എന്താണ് അദ്ദേഹം, വാട്ട് ആർ ഹിസ് ക്വാളിറ്റീസ് നമ്മൾ പറയണം. അപ്പം അദ്ദേഹത്തിന്റെ ധൈര്യം, അപാരമായിട്ടുള്ള ധൈര്യം, ഡിറ്റർമിനേഷൻ, പിന്നെ അതുപോലെ തന്നെ ഒരു ജെയിൻ മാർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിന്റെ പേരാണ്. ആ ഒരു ഫിഷുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിനെ കുറിച്ച് അവിടെ പറയണം. പിന്നെ സാന്റിയാഗോന്റെ ക്യാരക്ടർ ഹെമിംഗ്വേ ഒരു കോഡ് ഹീറോ എന്നുള്ള പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ലൈഫിന്റെ എല്ലാ ചാലഞ്ചസും ഒരു അണ്ടർ പ്രഷറിലും അദ്ദേഹം എന്താ പറയുക സഹിക്കുന്നുണ്ട്. എന്ത് വലിയ പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം സഹിക്കുന്നുണ്ട്. സഫറിങ് വിതൗട്ട് കംപ്ലൈന്റ്. ഓക്കെ, സോ ദോ പുവർ ആൻഡ് കൺസിഡേർഡ് അൺലക്കി ബൈ അതേഴ്സ് ഇൻ ഹിസ് വില്ലേജ്, സാന്റിയാഗോ സ്പിരിച്വലി റിച്ച്. അദ്ദേഹം വളരെ ഇതാണ്. ഹി ഗൈഡഡ് ബൈ ഹിസ് ലവ് ഫോർ ദ സീ, റെസ്പെക്ട് ഫോർ നേച്ചർ ആൻഡ് നോട്ട് എ ഡീപ് ബോണ്ട് വിത്ത് ദി യങ് ബോയ് മനോൽ. ഹിസ് സ്ട്രെങ്ത് ലൈസ് നോട്ട് ജസ്റ്റ് ഇൻ ഫിസിക്കൽ എൻഡ്യൂറൻസ് ബട്ട് ഇൻ ഹിസ് ഇന്നർ വിൽ. ഭയങ്കര അധികം എന്താ പറയുക ധൈര്യമുള്ള ആളാണ്. ഇന്നർ വില്ല് ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഷോയിങ് ദ ട്രൂ സക്സസ് ഇസ് മെഷേർഡ് നോട്ട് ബൈ വിക്ടറി. ഓക്കെ, അദ്ദേഹം പറയുന്നുണ്ട് ട്രൂ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ജയം മാത്രമല്ല, ബട്ട് ഹൗ വൺ ഫേസസ് ഡിഫീറ്റ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി എന്ന് അദ്ദേഹം പറയുന്നത്. സോ ആന്റിയോഗോസ് ക്വയറ്റ് ഹീറോയിസം ആൻഡ് സ്റ്റോയിക് അക്സെപ്റ്റൻസ് മേക്ക് ഹിം എ പവർഫുൾ സിമ്പിൾ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് പെർസീവറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ആവശ്യമുള്ളൊരു കാരണം അതാണ് പെർസീവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പിളാണ് അദ്ദേഹം. ഹ്യൂമൻസ് ഡിഗ്നിറ്റിയുടെയും പെർസീവറൻസിൻ്റെയും ഒരു സിമ്പിളാണ് ആര് എന്നാണ് പറയുന്നത്, ദിസ് പർട്ടിക്കുലർ സാന്റിയാഗോ. ഓക്കെ, സാന്റിയാഗോ ഇസ് ദ വെരി ഫേമസ് ക്യാരക്ടേഴ്സ് ഓഫ് ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറഞ്ഞിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിലെ ക്യാരക്ടറിന്റെ പേരാണ് സാന്റിയാഗോ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ 20th century നോവൽ. നിങ്ങളോട് ആണെങ്കിൽ അതിലെ ഫിഷിന്റെ പേരെന്താന്ന് ചോദിക്കാം. ആ ഒരു ഫിഷിന്റെ പേരെന്താ ചോദിക്കാം. ദാറ്റ് ഇസ് എന്താണ് ഫിഷിന്റെ പേരെന്താണ് ഇവിടെ പറയുന്ന ഫിഷിന്റെ പേര്? മാർലിൻ, ജെയിൻ മാർലിൻ. ഓക്കെ, സോ explain the main features on the 20th century novel. Sorry, main features. Okay, sorry, 20th century നോവലിന്റെ മെയിൻ ഫീച്ചേഴ്സ്. നമ്മൾ വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ 20th century നോവലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഫോം ഓഫ് സ്റ്റൈല്, തീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൊസൈറ്റിയിൽ ഉണ്ടായ റാപ്പിഡ് ചേഞ്ചസ് പറയുന്നുണ്ട്. അതിലൊന്നാണ് സൈക്കോളജിക്കൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ. കൂടുതലായിട്ടും ഈ വെർജീനിയ വൂൾഫിനെയും ജെയിംസ് ജോയ്സിനെയും പോലുള്ള എഴുത്തുകാരൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിന് സംബന്ധിച്ച് എഴുതിയപ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇന്നർ തോട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഓക്കെ, സോ സൈക്കോളജിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. സോ അത് കൂടുതലും ഫോക്കസ് ചെയ്ത് എഴുതി. അപ്പോൾ ആൾക്കാരുടെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എഴുതാൻ തുടങ്ങി. അടുത്തത് എക്സ്പെരിമെന്റൽ നറേറ്റീവ് ടെക്നിക്സ് എന്ന് പറയാം. ഓതേഴ്സ് ആർ ബ്രോക്ക് അവേ ഫ്രം ദ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്. ദി എക്സ്പെരിമെന്റഡ് വിത്ത് ദ നോൺ ലീനിയർ ടൈം ലൈൻസ്, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ആൻഡ് ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെരിമെന്റൽ നറേറ്റീവ് ടെക്നിക്സ്? എന്തൊക്കെയാണ്? നോൺ ലീനിയർ ആയിട്ടുള്ള ടൈം ലൈൻസ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉള്ള കാര്യങ്ങളുണ്ട്, ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അതൊക്കെ സാധാരണ എന്താ കഴിഞ്ഞാൽ പല ഓതേഴ്സും ഒരു ട്രഡീഷണൽ സ്റ്റൈലിംഗ് ഒക്കെ മാറ്റി എഴുതി, പൊളിച്ചെഴുതി. ഒരുപാട് പൊളിച്ചെഴുത്തലുകളുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു 20th century എന്ന് പറയുന്നത്. മോഡേണിസം പോസ്റ്റ് മോഡേണിസവും വളരെ ഇങ്ങനെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു 20ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ. ഒബ്വിയസ്ലി ഏലിയനേഷനെ കുറിച്ചും ഡിസല്യൂഷ്മെന്റിനെ കുറിച്ചും ബ്രേക്ക് ഡൗൺസിനെ കുറിച്ചും ആ കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. പോസ്റ്റ് മോഡേൺ നോവൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20ാം നൂറ്റാണ്ടിന്റെ മിഡ് ലേറ്റിലാണ് വന്നിട്ടുള്ളത്. ദേ ക്വസ്റ്റ്യൻസ് റിയാലിറ്റിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. മെറ്റാഫിക്ഷനും ബ്ലെൻഡഡ് ആയിട്ടുള്ള ജോണേഴ്സും അവിടെ വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ തീം ഓഫ് വാർ ആൻഡ് സൊസൈറ്റി. ഓക്കെ, സോ അത്രയും കാലം ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയോ, നമ്മൾ ഈ വളരെ ഒരു സേഫർ സൈഡ് മാത്രം, ഹാപ്പി സൈഡ് മാത്രമൊക്കെയാണ് ഈ കഥകളിലും കവിതകളിലും കാണിച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ 20th centuryയിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും അതിപ്രസരം കാരണം ബ്ലീക്ക് റിയാലിറ്റി അങ്ങോട്ട് വരിക. വരുന്ന സമയത്ത് എല്ലാം എഴുതും, എല്ലാ കാര്യത്തെക്കുറിച്ചും ഇവർ കഥയും കവിതയൊക്കെ ആക്കി എഴുതും അല്ലേ. അപ്പൊ ആ കാലഘട്ടത്തില് വേൾഡ് വാർ 1ന്റെയും 2ന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള സൊസൈറ്റി അവർ സ്വാഭാവികമായിട്ടും എന്ത് എഴുതിയിട്ടുണ്ട്? വേൾഡ് വാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഡീകോളനൈസേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കോൾഡ് വാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നോവൽസ് കൂടുതലും വയലൻസിനെയും ഐഡന്റിറ്റിനെയും ഈ ഇത് എന്താ പറയാ
വേൾഡ് വാർ അല്ലെങ്കിൽ വാർ ഉണ്ടായതിനു ശേഷമുള്ള ട്രോമയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, സോഷ്യൽ അഫീൽമെന്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയും കാലം ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ട്രഡീഷനെയൊക്കെ പൊളിച്ചെഴുതി, അല്ലെങ്കിൽ ആ നറേറ്റീവ് സ്ട്രക്ചറിനെയൊക്കെ ആര് പൊളിച്ചെഴുതി? ഈ പറഞ്ഞ റൈറ്റേഴ്സ് പൊളിച്ചെഴുതി. റൈസ് ഓഫ് ഡൈവേഴ്സ് വോയിസസ്, ദർ വാസ് ഇൻക്രീസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് ഉണ്ടായി. ഓക്കെ, കൂടുതലായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ വന്നു. വോയിസ് ഓഫ് ഡിസെന്റ് അത് കൂടുതലായിട്ട് വന്നു. റൈറ്റേഴ്സ്, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരൊക്കെ കയറി വരാൻ തുടങ്ങി. അവരുടെയും കൂടിയാണ് ഈ ലോകം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് മുന്നിലേക്ക് വന്നു തുടങ്ങി. അതുപോലെ തന്നെ പുതിയ പുതിയ കൾച്ചറൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഫിലോസഫിക് ആയിട്ടുള്ള കൺസേൺസ് വന്നു. നമ്മൾ ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, അതിൻ്റെയൊക്കെ അർത്ഥങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സോ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച എഴുത്തുകാരുടെ പേരാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ജീൻ പോൾ സാർത്തും അതുപോലെ തന്നെ ആൽബർട്ട് ക്യാമു പോലുള്ള റൈറ്റേഴ്സ് ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ്സ് നിങ്ങൾ പറയുന്ന സമയത്ത് ഇഫ് യു ഗൈസ് ക്യാൻ റൈറ്റ് ദെയർ നെയിംസ് ഔട്ട്, അവരുടെ പേരുകൾ നിങ്ങൾക്ക് റൈറ്റേഴ്സിന്റെ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ഗ്രേറ്റ്ഫുൾ. കാരണം നിങ്ങൾക്ക് മാർക്സ് കിട്ടും എന്നുള്ളത് ഐ എം വെരി ഷുവർ. ഓക്കെ, ഇപ്പൊ സാത്തിനെയും അതുപോലെ തന്നെ ക്യാമുവിനെയൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ കഴിയണം റൈറ്റിങ്ങിന്റെ കാര്യം വരുന്ന സമയത്ത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ഡസ് ലാം യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് ടു ടോക്ക് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്? അദ്ദേഹത്തിന്റെ ചാൾസ് ലാമ്പിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേ ആണ് ഡെസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ, നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ചാൾസ് ലാം യൂസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് ഫുഡ്, പർട്ടിക്കുലർലി റോസ്റ്റ് പിഗ്. എങ്ങനെയാണ് ഒരു ഫുഡിന്റെ ഇത് കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അദ്ദേഹം ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ചോദിക്കുന്നത്. So Charles Lamb uses the concept of food, particularly roast pig, as a humorous and symbolic way to explore human relationship desires and the social customs through a fictional story of how roast pig was accidentally discovered. Lamb illustrates how simple pleasures like food can bring people together, evoke strong emotions and reflect deeper aspects of the human behavior എന്ന് പറയുന്നു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചു, സോഷ്യോളജി ക്ലാസ് ഉണ്ടാകുമ്പോൾ തേർഡ് സെം സോഷ്യോളജിന്റെ ലൈവ് നടക്കുന്നുണ്ടല്ലോ ഇപ്പം കറന്റ്. നമുക്കിവിടെ BA ഇംഗ്ലീഷ്, BA മലയാളം, സോഷ്യോളജി, ഹിസ്റ്ററി, BCom, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, MA മലയാളം, ഈ എല്ലാ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ എല്ലാ കോഴ്സുകളുടെയും തേർഡ് സെമ്മിന്റെ ലൈവ് സെഷൻസ് ഈ പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുറച്ച് നേരത്തെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ സോഷ്യോളജിന്റെ ക്ലാസ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻ ഒക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള ലൈവ് സെഷനുകളൊക്കെ പരീക്ഷയോടനുബന്ധിച്ച് ബാക്കിയുള്ള ലൈവ് സെഷനൊക്കെ സൂമിലായിരിക്കും, അതുണ്ടാകും. ഓക്കെ, സോ ഒരുപാട് ഫിക്ഷണൽ സ്റ്റോറീസ് ഉണ്ട് റോസ്റ്റ് പിഗിന്റെ ബേസ് ചെയ്തിട്ട് ഈ ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ അതില് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഏറ്റവും ഈസി ആയിട്ട് പറയാം. ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എല്ലാ ജാതി മത ഒന്നും ഇല്ലാതെ എല്ലാവരെയും കൂടി കൂട്ടിയിണക്കുന്ന ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് അല്ലേ. സിമ്പിൾ പ്ലെഷേഴ്സ് ലൈക്ക് ഫുഡ് ക്യാൻ ബ്രിങ് പീപ്പിൾ ടുഗെദർ. നമ്മൾ പറയില്ലേ ചായ കുടിക്കാൻ പോവാം എന്ന് പറയും. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഇപ്പം അല്ലെ, ചായ കുടിക്കാൻ പോവാ എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ബന്ധങ്ങൾക്ക് അതില്ലാതല്ലേ, നമ്മൾ കുറെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടി പോകാൻ അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിഫ്ലക്ട് ഡീപ്പർ ആസ്പെക്ട്സ് ഓഫ് ദ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയും. ഹി പ്ലേഫുള്ളി കണക്ട്സ് കുലിനറി ഡിലൈറ്റ് വിത്ത് അഫെക്ഷൻ, സജസ്റ്റിംഗ് ദറ്റ് food not only satisfies hunger but also fosters warmth, bonding and joy. The act of eating becomes a shared experience that highlights human indulgence, tradition and the rituals that shape relationships. Lamb's witty and affectionate tone makes food a metaphor for life's deeper connection, showing how even something as a basic as a roast pig can reveal the nature of love and memory and community എന്ന് പറയുന്നത്. അപ്പോൾ ലാമ്പ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. വലിയ കുലിനറി ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഫെക്ഷനോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫുഡ് എപ്പോഴും നമ്മൾ പറയില്ലേ, ഉസ്താദ് ഹോട്ടലിൽ തിലകന്റെ ഡയലോഗ് പറയുന്നില്ലേ, എന്താ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ
വിശപ്പ് അല്ലേ അല്ലേ അറിഞ്ഞു വിളമ്പണം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു വിശപ്പ് മാത്രമൊന്നുമല്ല, നമ്മളൊരു കൈൻഡ് ഓഫ് വാംത്ത് ആൻഡ് ബോണ്ടിങ് ആണ് നമുക്ക് നമുക്ക് നമ്മൾ വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവർക്കും വിശന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ട്, നമ്മൾ ഭയങ്കര വിശപ്പ്, നമുക്ക് ലോകത്തിൽ അതുപോലെ ഒരു ഇമോഷൻ ഇല്ല എന്നാ പറയുന്നത്. അത്രയ്ക്കും വിശന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ്, വിളിച്ചിട്ട് പറയാണ്, വാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാന്ന് പറയണം, അല്ലെങ്കിൽ നീ വാ ഞാൻ ഫുഡ് വാങ്ങിച്ചുതരാം, അല്ലെങ്കിൽ നല്ല കുഴിമന്തി വാങ്ങിച്ചുതരാം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഫ്രണ്ടിനെ പിന്നെ നമ്മൾ ചത്താലും മറക്കൂല അല്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളോട് ഭയങ്കര ഒരു ബോണ്ട് വരും. ഞാൻ പറഞ്ഞ് ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ മറക്കില്ല, റൈറ്റ്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ വാപ്പയും ഉമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ, ഉമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ട്രെയിനിലാണ് വരുന്നത്. അപ്പം ട്രെയിന് പകുതി വഴിയിൽ വെച്ച് ട്രെയിനിന് എന്തോ സംഭവിച്ചു. അങ്ങനെ ട്രെയിൻ നിന്നപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം ഈ സ്ഥലത്ത് നിന്ന്, പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിലിരിക്കുക. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ട്രെയിൻ മൂവ് ചെയ്യില്ലാന്ന്. അങ്ങനെ ഞാൻ വാപ്പി ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ബസ് കയറി പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പിന്നെ 1-1.5-2 മണിക്കൂർ ബസ് കയറി ഞങ്ങൾ വരികയാണ്. അങ്ങനെ വന്ന് ആകെ ക്ഷീണിച്ച് തളർന്ന് രാവിലെ കഴിച്ചതാ. പിന്നെ നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ വരേണ്ട തിരക്ക് നമ്മൾ എവിടെയും നിന്ന് കഴിക്കാനോ വേഗം വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ വാപ്പേൻ്റെ ഉമ്മ, വാപ്പമ്മ നമ്മൾ വിളിക്കുന്നത്, എൻ്റെ ഗ്രാൻഡ് മദർ, വളരെ ബേസിക് ആയിട്ടുള്ള നമ്മള് ചോറും കറിയും ഒരു ഉപ്പേരിയും ആയിരിക്കും, പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം അന്ന് എനിക്ക് അമ്മ വിളമ്പി തന്ന ഫുഡാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടും ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഏറ്റവും ആവശ്യം ഫുഡാണെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് അത് എനിക്ക് പ്ലേറ്റിലൊക്കെ ആക്കി തന്ന് എൻ്റെ കുട്ടി കഴിച്ചോ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പറയില്ല. അപ്പോൾ ആ ബോണ്ട് എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിനോട് ഉണ്ട് എല്ലാ കാലത്തും. അപ്പം ആ ഒരു പർട്ടിക്കുലർ കാര്യം, this hunger, satisfying hunger, which also fosters warmth and bonding and the joy na parayunnu. Okay, so lamb's witty and affection tone makes food a metaphor for life's deeper connections, showing how even something as basic as roast pig can reveal the nature of love, memory and community. Okay, so question വളരെ സിമ്പിൾ ആണ്, പക്ഷെ ടു റൈറ്റ് ലൈക്ക് ദിസ് ഇസ് ഹാർഡ്. അപ്പം കോൺസെപ്റ്റ് ഓഫ് ഫുഡ് ടു ടോക്ക് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറയാൻ വേണ്ടി ലാംബ് ഡെസർട്ടേഷൻ അപ്പോൺ റോസ് പിഗ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു എസ്സേയിൽ ഫുഡിനെ എങ്ങനെയാണ് അദ്ദേഹം ഹ്യൂമൻ റിലേഷൻഷിപ്സിന് പറയാൻ വേണ്ടി കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ യു ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്. ക്ലിയർ? സോ ദിസ് ഇസ് ഓൾ നമ്മുടെ പർട്ടിക്കുലർ PYQ session, I mean important question session. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓൾ ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യനിൽ കൂടുതൽ, 20 ക്വസ്റ്റ്യൻ പോരാ, 1 വേർഡും 1 or 2 സെന്റൻസും ഷോർട്ട് ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ദാറ്റ് ഐ ഡിസ്കസ് ടുഡേ ഇസ് ക്ലിയർ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് പരീക്ഷ നന്നായി എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗോ ഡീപ്പർ ഇൻ ടു ദ ടെക്സ്റ്റ്, ഗോ ഡീപ്പർ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ആൻഡ് സമ്മറി മാത്രം പഠിക്കാതെ ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ സ്കെച്ചസ്. കാരണം സാന്റിയാഗോന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു, 1 വേർഡിൽ പർട്ടിക്കുലർലി ചോദിക്കുന്നുണ്ട്. റൈറ്റേഴ്സിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, റൈറ്റിംഗ് സ്റ്റൈലിൽ പർട്ടിക്കുലർ ടേമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ഏരിയ ആണ്, യെസ്, പർട്ടിക്കുലർലി ഏജിനെ കുറിച്ച് ചോദിക്കുന്നത്, 20th century നോവൽസിനെ കുറിച്ച് ചോദിച്ചു, വിക്ടോറിയൻ പീരീഡിനെ കുറിച്ച് ചോദിച്ചു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. സോ നോട്ട് ദാറ്റ് ഈസി, കുറച്ച് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ ഒരു മോഡൽ പാറ്റേൺ ഒക്കെ തന്നെ ആയിരിക്കും ഹോപ്പ്ഫുള്ളി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതിലിപ്പോൾ റൊലന്താലിന്റെ സ്റ്റൈലാണ് ചോദിച്ചെങ്കിൽ ഫ്രാൻസിസ് ബേക്കന്റെ സ്റ്റൈൽ ചോദിക്കാം, സാന്റിയാഗോന്റെ ക്യാരക്ടറാണ് ചോദിച്ചെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കാം. ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ ഈ ഒരു PDF ഫ്യൂച്ചർ പ്ലസിന്റെ സ്റ്റുഡൻസിന് ഡയറക്ട്ലി നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത സ്റ്റുഡൻസിന് നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ദോസ് ഹു വാണ്ടഡ് ടു ജോയിൻ ടു ദ സൂം ലൈവ് സെഷൻ, നിങ്ങൾ ഈ ഒരു കമന്റ് സെക്ഷനിൽ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടോപ്പിൽ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങൾ പോയിട്ട് ഒന്ന് അതിൽ ജോയിൻ ചെയ്താൽ മതി. നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ
ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് എനിക്ക് പറയാനുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എവറി ക്വസ്റ്റ്യൻ വാസ് ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹാവ് ഡെഡ് മൈ മാക്സിമം ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? Okay, so thank you Anila so much. Thank you so much for your kind words. Okay, so thank you Ambali, thank you Arya. So many of you asked, like, thank you Minu. Somebody is there, Nusrat or someone. Nusrat. Okay, everyone. Okay, ഇതില് മെസ്സേജ് അയക്കാതെ എന്താ പറയാ കർട്ടൻ പിന്നിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. Okay, so thank you so much for the class. Thank you for attending. Thank you for the kind patience. Thank you for your kind words. Wishing you all the best. എല്ലാവരും നന്നായി എഴുതുക. സോ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ വിത്ത് ദാറ്റ് നോട്ട് ലെറ്റ് മീ എൻഡ് ദിസ് ക്ലാസ്. ഓക്കെ, അപ്പം ഇനി സെഷൻസ് ഉണ്ടാകും, അടുത്ത സെഷൻസ് ഉണ്ടാവും, സൂമിലേക്കായിരിക്കും അടുത്ത ക്ലാസ്സസ്. സോ എല്ലാവരും അതിലും ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സുകൾ എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് തരും. അതുപോലെ തന്നെ കുറെ കൂടി നന്നായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഇനി നോക്കണ്ട എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ലൈവ് സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫ്യൂച്ചർ പ്ലസിൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ കൂടുതൽ ഇങ്ങനെയുള്ള ലൈവ് സെഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക്